കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി സുഭാഷിനും കൂട്ടർക്കും വേണ്ടി വാദിക്കുമ്പോഴാണ് നീതു അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ടമ്മ ദേഷ്യത്തോടെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, വീട്ടിൽ പോടി എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ അമ്മയും നടക്കുന്നത്, എന്തിനാ പോലീസിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സിയായി നീ ആരാണെന്ന് നീതുവിനോട് ചോദിക്കുന്നത്. എന്റെ പേര് നീതു, ഇവരുടെ മോളാണ്. ഹരീഷിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവരെല്ലാവരും നല്ലവരാണ്. എന്റെ അമ്മ എന്തു പറഞ്ഞാണ് കംപ്ലൈന്റ് ചെയ്തതെന്ന് അറിയില്ലെങ്കിലും അവർ പറഞ്ഞത് സത്യമാവില്ലെന്ന് നീതു തീർത്തു പറയുക. സിയയും ഹരീഷിന് നേരെ വിരൽ ചൂണ്ടി ഇവൻ നിന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് ചോദിക്കാനെത്തിയ നിന്റെ ചേട്ടനെ അവനവന്റെ ചേട്ടന്മാരെയും കൂട്ടി അടിച്ചു വീഴ്ത്തിയെന്ന പരാതി. എന്നിട്ട് നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് സിയായി നീതുവിനോടായി ചോദിക്കുക. അവൾ ദേഷ്യത്തോടെ അഖിലിനെയും അമ്മയെയും ഒന്ന് മാറി നോക്കി. എന്നെ ആരും ശല്യം ചെയ്തിട്ടില്ല സാർ. ഈ നിൽക്കുന്ന ഹരീഷിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവനെ ഞാൻ ലവ് ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കള്ള പരാതിയെല്ലാം തന്നത്. ഹരീഷും ഹരീഷിന്റെ വീട്ടുകാരും വളരെ നല്ലവരാണ്. അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് നീതു പറയുന്നുണ്ട്. അവൾ തനിക്ക് വേണ്ടി വാദിക്കുന്നതുകൾക്ക് ഹരീഷിനും സന്തോഷമാവുന്നുണ്ട്. അതുകൾക്ക് ദേഷ്യത്തോടെ ലളിതയും ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്നും ഇത് ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണെന്നും ഇങ്ങനെയെല്ലാം പറയാൻ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നും അവർ വാദിക്കെ നിധിയും സിയയോടായി പറയുന്നുണ്ട്. ഇവരും ഈ നാട്ടുകാരുമെല്ലാം പറയുന്നതെല്ലാം കള്ളമാണ്. എന്നെ അവൻ റോഡിൽ വെച്ച് പരിഹസിച്ച് അപമാനിച്ചു. അത് വീട്ടിൽ അറിഞ്ഞപ്പോ അവരെല്ലാരും കൂടി ചേർന്ന് തല്ലിച്ചതച്ചു. അത്രയേ ഉള്ളൂ എന്ന് നിധിയും പറയുന്നുണ്ട്. ഈ നാട്ടുകാരും ഇവരും പറയുന്നത് കേൾക്കാതെ നീ പറയുന്നത് ഞാനെങ്ങനെ കണക്കിലെടുക്കുമെന്ന് സിഐ ചോദിക്കുക. ഇത് ബാധിച്ചിരിക്കുന്നത് എന്നെയാണ്, അല്ലാതെ നാട്ടുകാരെയല്ല. ഞാൻ പറയുന്നതേ നടന്നിട്ടുള്ളൂ സാർ എന്ന് നിധിയും പറയുകയാ. നീതുവും പറയുന്നുണ്ട് എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്നെ ഭീഷണിപ്പെടുത്തുന്നവർ എന്റെ അമ്മയും ചേട്ടനുമാണ്. അവർ കുറെ പറഞ്ഞിട്ടും ഞാൻ കേൾക്കാത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഹരീഷിന്റെ എഴുതി അപമാനിച്ചു. ആരായാലും ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ ദേഷ്യത്തോടെ അടിക്കുക തന്നെയല്ലേ ചെയ്യാ. ഇവനൊക്കെ അടി കിട്ടണം, 4 എണ്ണം കൂടി കൂടുതൽ കിട്ടേണ്ടതായിരുന്നു എന്ന് നീതു പറഞ്ഞു നിർത്തേ സിയയും നീതുവിന്റെ അമ്മയോടായി എന്തൊക്കെ ഈ നടക്കുന്നത്. നിങ്ങളൊന്ന് പറയുന്നു, നിങ്ങളുടെ മോള് വേറൊന്ന് പറയുന്നു. എന്താ ഇതെന്ന് ചോദിക്കേ. നീതുവിന്റെ അമ്മയും ഇവൾ ആരെയോ പേടിച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് വാ മൂടി വെക്കടി എന്നവളെ വഴക്കു പറയെ അവൾ അമ്മയുടെ പിടി വിടുവിച്ച് സാർ ഞാൻ ആരെയും പേടിക്കുന്നില്ല, നടന്ന സത്യമാ പറഞ്ഞത്. ഹരീഷിനെ ഞാൻ ലവ് ചെയ്യുന്നു, അത് ഇവർക്ക് ഇഷ്ടമല്ല. എന്നോട് അവനെ കാണാൻ പാടില്ല മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് കേട്ടില്ല. ആ ദേഷ്യത്തിലാ ഇവൻ ഇങ്ങനെ മോശമായെല്ലാം പെരുമാറിയത്. ഇതാണ് സാർ നടന്നതെന്ന് നീതുവും വാദിക്കുന്നുണ്ട്. അവള് ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് ലളിതയും ഗംഗാധരനോടായി പതിയെ ചോദിക്കുന്നുണ്ട്. ആരാ ഇവൾ ഈ കുടുംബത്തെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് ചോദിക്കെ ആ ഓട്ടോ ഡ്രൈവർ ചന്ദ്രന്റെ മകളാ. ഇവിടുത്തെ ചെറുക്കൻ അവളെ വിരട്ടി നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ഈ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമോ എന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. ലളിതയും ടെൻഷനോടെ കുറെ നാളുകൾക്കു ശേഷം സുനന്ദയും അശ്വിനും ഇന്നാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവൻ ഇതറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് ലളിത പറയെ അശ്വിനിപ്പോ വീട്ടിലില്ലല്ലോ, എവിടെയോ പോയിരിക്കല്ലേ. നീ പെട്ടെന്ന് സുനന്ദയുടെ അടുത്തേക്ക് ചെല്ലേ, അവളവിടെ തനിച്ചല്ലേ എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. ഇവരെ എല്ലാവരെയും ജയിലിൽ കയറ്റണമെന്നും വെറുതെ വിടരുതെന്നും ലളിത ഗംഗാധരനോടായി പറയുന്നുണ്ട്. ആ പയ്യനെ തല്ലിച്ചതച്ച നീ കണ്ടില്ലേ, അവന്റെ അമ്മ പോലീസിൽ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഇന്ന് അവരെ ലോക്കപ്പിൽ കയറ്റും. നീ ചെല്ല്, സുനന്ദയുടെ അടുത്തേക്ക് പോയെന്ന് ഗംഗാധരൻ പറയേ ലളിത അവിടുന്ന് പോവുകയാ. നീതുവിന്റെ അമ്മയും അവളോട് ദേഷ്യത്തോടെ വിവരമില്ലടി നിനക്ക്, എന്തൊക്കെയാ പറയുന്നെന്ന് വല്ല ബോധവുമുണ്ടോ എന്ന് ചോദിക്കേ ഒന്ന് പോ അമ്മേ, ഞാൻ പറഞ്ഞത് കറക്റ്റാ, നിങ്ങൾക്കാ വിവരമില്ലാത്തത്. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ആരോടടി ചോദിക്കേണ്ടത്, നിന്റെ ചേട്ടനെ തല്ലി ചതച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് നീതുവിന്റെ അമ്മയും ദേഷ്യത്തോടെ ചോദിക്കുക. വീട്ടിലെത്തിയ ലളിതയും പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറുക. വേണം, ഇവന്മാർക്ക് ഇതു തന്നെ വേണം. എന്നെ കൊണ്ട് അവന്മാരുടെ കാല് പിടിപ്പിച്ചതല്ലേ, ഇനിയുള്ള കാലം അവർ ജയിലിൽ തന്നെ കിടക്കണം എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന സുനന്ദയും എന്താ അമ്മേ അമ്മ തനിച്ചിരുന്ന് സംസാരിക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ സുഭാഷ് ഏട്ടനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയിട്ടുണ്ട്. അവർ 4 പേരും ഇന്ന് ലോക്കപ്പിലാ എന്നമ്മ പറയുന്നത് കേൾക്കെ ഒരു ഞെട്ടലോടെ എന്താ അമ്മ ഈ പറയുന്നതെന്ന് സുനന്ദയും ചോദിക്കുക. ആ സുഭാഷിനേക്കാൾ മോശക്കാരാണ് അവന്റെ അനിയന്മാരും. ആ സുധീഷ് എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. ഹരീഷ് ആണെങ്കിൽ ഇപ്പോ ഒരു പെണ്ണിനെ ചതിച്ചിരിക്കുന്നു. അതിനെ ചോദ്യം ചെയ്ത അവളുടെ ഏട്ടനെ അവന്മാരെല്ലാം കൂടി ചേർന്ന് തല്ലി ചതച്ചു. അവന്റെ വീട്ടുകാർ വെറുതെ ഇരിക്കോ, അവർ നിന്റെ സുഭാഷ് ഏട്ടന്റെ കുടുംബത്തിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. പോലീസ് വന്ന് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഈ നവന്മാരെ എല്ലാം പിടിച്ചകത്തിടും എന്നൊക്കെ അമ്മ വാശിയോടെ പറയേ.
എന്തൊക്കെ അമ്മയെ പറയുന്നത്? എന്റെ സുഭാഷേട്ടൻ എന്ന് പറഞ്ഞ് പരിഭ്രമത്തോടെ സുനന്ദ പോവാനൊരുങ്ങുമ്പോഴേക്കും നിക്കടി അവിടെ, എങ്ങോട്ടാടി പോകുന്നെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അല്ലമ്മേ, പോലീസ് വന്ന് അവിടെ ചോദ്യം ചെയ്യുകയാണെന്നല്ലേ പറഞ്ഞത്? എന്താ ഏതാണെന്ന് അറിയണ്ടേ എന്നവൾ ചോദിക്കേ. അവരെ പോലീസ് ചോദ്യം ചെയ്യുന്നതിൽ നിനക്ക് അത്ര വേദനിക്കുന്നുണ്ടോ? നിന്നെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞു വിട്ടതല്ലേ, ഇനിയും ആ കുടുംബത്തെ നീ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് വീട്ടിലിരുന്നോ. അശ്വിൻ വരാൻ സമയമായി. അശ്വിൻ വരാൻ ഇനിയും സമയമുണ്ട്. അശ്വിനും തറഞ്ഞാലും എന്നെ മനസ്സിലാക്കും എന്ന് പറഞ്ഞവൾ അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും നിക്കടി അവിടെ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടുത്തമിട്ട് തടഞ്ഞു വെക്കുകയാ അമ്മയും. നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്, അങ്ങോട്ട് പോവേണ്ടെന്ന് പറഞ്ഞാ കേൾക്കാൻ പാടില്ലേ എന്നമ്മ ചോദിക്കേ. ഇപ്പൊ എന്നെ ഒന്ന് വീടമ്മയെന്ന് സുനന്ദയും പറയുന്നുണ്ട്. ഇല്ല, വീടില്ല, അങ്ങോട്ട് പോവേണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞത് എന്നമ്മ ചോദിക്കേ. വീടമ്മയെന്ന് പറഞ്ഞ് അമ്മയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സുനന്ദ സുഭാഷിന്റെ വീട്ടിലേക്ക് പോവുകയാ. പുറകെ നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് ലളിതയും പോകുന്നുണ്ട്. നിധുവിന്റെ അച്ഛനും പറയുന്നുണ്ട്, എന്റെ മോളെ അവർ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാ എന്റെ മോനെ ദേഹമാസകലം തല്ലി ചതച്ചത് കണ്ടില്ലേ? ഞങ്ങൾ എന്തിനു കള്ളം പറയണം? എടാ അഖിലെ, പറയടാ എന്നച്ഛൻ പറയേ. അഖിൽ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പോലീസിനോടായി പറയുന്നുണ്ട്, സർ, ഇവരെല്ലാം ഫ്രോഡുകളാണ്. എന്നെ ഇങ്ങനെ തല്ലി ചതച്ചത് പോരാഞ്ഞ് എന്റെ അനിയത്തിയെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയെല്ലാം പറയിപ്പിച്ചിരിക്കുന്നു എന്നവൻ പറയുന്നത് കേൾക്കെ നീതുവും പറയുന്നുണ്ട്, സർ, ആരും പറഞ്ഞിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ പറയുന്നത് സത്യമാണ്. ഇക്കാര്യത്തിൽ എന്റെ ചേട്ടന്റെ ഭാഗത്താ തെറ്റ്. അടി വാങ്ങി നിൽക്കുന്നു കരുതി ചേട്ടൻ പറയുന്നത് ശരിയാവുമോ എന്ന് നീതു ചോദിക്കുക. അത് കേൾക്കെ ഗംഗാധരനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇവൾ എന്തോ നാടകം കളിക്കുക. ഈ കുടുംബം ഒരു റൗഡി കുടുംബമാണ് സർ. ഇവരെ കൊണ്ട് ഒരുത്തനും ഒരു സമാധാനമില്ല. ഇവരെ പിടിച്ച് സെല്ലിലിട്ടാലേ ഈ നാട്ടുകാർക്കും മനസ്സമാധാനമുണ്ടാവും. എന്താ അങ്ങനെയല്ലേ എന്ന് ഗംഗാധരൻ നാട്ടുകാരോടായി ചോദിക്കുമ്പോഴേക്കും അവരും ഗംഗാധരനെ സപ്പോർട്ട് ചെയ്ത് അവരെ പിടിച്ചകത്തിടാനായി പറയുകയാ. പറഞ്ഞു പഠിപ്പിച്ച് കൊണ്ടുവന്നതാണല്ലേ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. നാട്ടുകാരെല്ലാം വിളിച്ചു പറയുന്നത് കേൾക്കെ ഗംഗാധരനും സിഐയോടായി, കേട്ടില്ലേ സാറേ, ഈ വീട്ടിൽ ഒരു പെണ്ണുങ്ങളും അധിക ദിവസം താമസിച്ചിട്ടില്ല. അത്രയ്ക്ക് മോശപ്പെട്ട ഒരു കുടുംബമാണിത്. ഈ രണ്ട് പെണ്ണുങ്ങൾ വിളിച്ചു പറയുന്നതൊന്നും വിശ്വസിക്കരുത് സാർ എന്ന് ഗംഗാധരൻ പറയുമ്പോഴാണ് ഗംഗാധരൻ മാമ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് സുനന്ദ അങ്ങോട്ട് വരുന്നത്. പുറകെ സുനന്ദ നിൽക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മയുമുണ്ട്. അവൾ അങ്ങോട്ട് വന്നത് കണ്ട് ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കേൾക്കണ്ടേ എന്ന് ലളിതയും. നീതുവിന്റെ അരികിലേക്ക് നിന്ന് സുനന്ദയും പറയുകയാ, എന്റെ പേര് സുനന്ദ. ഈ നിൽക്കുന്ന സുഭാഷ് ചേട്ടൻ എന്റെ ചേട്ടനാ എന്നവൾ പറയേ. ചേട്ടൻ എന്ന് വെച്ചാൽ എന്ന് പോലീസും ചോദിക്കുക. ഇതെന്റെ ഭാസ്കരൻ മാമന്റെ വീടാ. ഭാസ്കരൻ മാമന്റെ സ്വന്തം അനിയത്തിയുടെ മകളാ ഞാൻ എന്നവൾ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ, സുനന്ദേ, നീ വീട്ടിൽ പോയെന്ന് ഗംഗാധരൻ മാമൻ വിളിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി സുനന്ദയും പറയുന്നുണ്ട്, ഇവരെല്ലാവരും ഈ വീടിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല സാർ. എന്റെ അമ്മയ്ക്കും ഗംഗാധരൻ മാമനും ഒന്നും ഇവരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് ഇങ്ങനെ മോശം പറയുന്നത്. അതൊന്നും സത്യമല്ല സാർ. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലം തൊട്ടേ ഈ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വരുമായിരുന്നു. ഇവിടെയുള്ള ആരും ഇതുവരെ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇവർ പെരുമാറിയിരുന്നത്. അത്രയ്ക്ക് നല്ല മനുഷ്യരായി ഇവർ. പക്ഷേ എന്റെ അമ്മയും മാമനുമെല്ലാം ഇവരെ എപ്പോഴും കളിയാക്കി അവമാനിച്ചുകൊണ്ടേയിരിക്കും. എന്നിരുന്നാലും ആ ദേഷ്യം പോലും ഇവർ എന്നോട് കാണിക്കാറില്ല എന്ന് സുനന്ദ പറയുന്നത് കേൾക്കെ ഭാസ്കരനും സ്നേഹത്തോടെ ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. എന്നോട് ഇവർക്ക് വാത്സല്യവും സ്നേഹവും മാത്രമേ ഉള്ളൂ സാർ. ഞാൻ പറയുന്നു, ഇവർ 4 പേരും വളരെ നല്ലവരാണ്. ഇവർക്കെതിരെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ കൊടുത്തവർ തന്നെയാവും തെറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്റെ അമ്മയ്ക്കും അച്ഛനും ഈ വീടിന്മേൽ ഒരു കണ്ണുണ്ട്. എന്റെ അപ്പൂപ്പൻ സ്വത്ത് ഭാഗം വെച്ചപ്പോ ഈ വീട് ഭാസ്കരൻ മാമന് കൊടുത്തതാ. എങ്ങനെയെങ്കിലും ഈ വീട് കൈക്കലാക്കാൻ വേണ്ടി എന്റെ അമ്മയും മാമനും എപ്പോഴും ഇവരെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും എന്നവൾ പറഞ്ഞു നിർത്തേ നിധിയും പറയുന്നുണ്ട്. ഈ വീട്ടിൽ ഒരു പെണ്ണ് വാഴില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാവരും ഇവരെ അപമാനിക്കും. ഞാനൊരു പെണ്ണല്ലേ. ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വന്നിട്ട് എത്രയോ മാസങ്ങളായി. ഞാൻ ഇവിടെ വന്ന നാള് തൊട്ട് ഇവരെല്ലാം എന്നെ നല്ലതുപോലെയാ നോക്കുന്നത്. ഞാനിവിടെ സേഫും സെക്യൂർഡുമാണ്. ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഇവിടെയുള്ളവർക്ക് എല്ലാം നല്ലതുപോലെ അറിയാം എന്ന് നിധി പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ നീതുവിന്റെ അമ്മയും, ഒന്ന് നിർത്തടി, നീ എവിടുന്ന് വന്നതാ? നീ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എവിടുന്നോ വന്നതല്ല. തക്കലയിലെ വലിയ ബിസിനസ്സുകാരൻ രാജീവ് ശങ്കറിന്റെ മകളാ ഞാൻ. ഞങ്ങളുടെ ഫാമിലിക്ക് നാട്ടിൽ നല്ലൊരു പേരുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ നിന്നാ ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത് എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷും സുഭാഷും ഹരീഷും എല്ലാം സന്തോഷത്തോടെ നോക്കി നിൽപ്പാ. നിധി വീണ്ടും സാറിനോടായി, സാർ ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിലെ ആൾക്കാരുടെ അടുത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അഖിലിനെ ദേഷ്യത്തോടെ നോക്കി, ഇവനാണ് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പരസ്യമായി അപമാനിച്ചത്. അതറിഞ്ഞ് ദേഷ്യത്തോടെ എന്റെ ഭർത്താവും ചേട്ടന്മാരും അവനെ ചോദ്യം ചെയ്ത് തല്ലി എന്നവൾ പറഞ്ഞു നിർത്തേ നീതുവും പറയുന്നുണ്ട്, സാർ, എന്റെ ചേട്ടനെ ഞാൻ ലവ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഹരീഷിനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തവണ തടഞ്ഞു. പക്ഷേ ഞാൻ അത് കേട്ടില്ല.
ആ ദേഷ്യത്തിന് ഹരീഷിന്റെ ഏട്ടത്തിയെ അപമാനിച്ച് അടിയും വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. എന്റെ ചേട്ടന്റെ ഭാഗത്തു തന്നെയാ തെറ്റെന്ന് നീതു പറയുന്നുണ്ട്. സുനന്ദയും ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം സാർ. ചുമ്മാ നാട്ടുകാർ പറയുന്നതെല്ലാം വിശ്വസിച്ച് ഇവർക്ക് മേലെ ആക്ഷൻ എടുക്കരുത്. ഇവരെല്ലാവരും വളരെ നല്ലവരാണ് സാർ. എല്ലാം കേട്ട് സിയയും ചോദിക്കുന്നുണ്ട്, എന്താ ഇത്? നിങ്ങളും നാട്ടുകാരുമെല്ലാം ഈ കുടുംബത്തെക്കുറിച്ച് മോശം പറയുന്നു. പക്ഷെ ഈ 3 പെണ്ണുങ്ങൾ അതല്ലല്ലോ പറയുന്നത്. അത് കേട്ട് നീതുവിന്റെ അമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, സാർ ഇവർ എന്ത് പറഞ്ഞാലും എന്താ സാർ? എന്റെ മോനെ ഒന്ന് നോക്ക്, ഇവന്മാർ തല്ലി ചതച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് അഖിലിന്റെ ഷർട്ട് അഴിച്ച് കാണിച്ചു കൊടുക്കുക നീതുവിന്റെ അമ്മ. ഇവരുടെ 4 പേരുടെ പേരിലും ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, പിടിച്ചകത്തിടണം സാർ എന്ന് നീതുവിന്റെ അമ്മ പറയുന്നത് കേൾക്കെ, ഇതുവരെ നിങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും തന്നില്ലല്ലോ എന്ന് സിയയും ചോദിക്കുക. എങ്ങനെ വേണേലും ഞാൻ കംപ്ലൈന്റ് തരാം, ഇവരെ പിടിച്ചൊന്ന് അകത്തിടണം സാർ എന്ന് നീതുവിന്റെ അമ്മ തീർത്തു പറയെ സിയയും ചോദിക്കുന്നുണ്ട്. ശരി, നിങ്ങൾ കംപ്ലൈന്റ് തന്നതും വെച്ച് ഞാൻ ഇവർക്കെതിരെ ആക്ഷൻ എടുത്തു എന്ന് വെക്കാം. കേസ് കോടതിയിലെത്തുമ്പോൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മോളും കൂടെ വരണം, നിങ്ങൾക്ക് അനുകൂലമായി മൊഴി നൽകണം എന്ന് സാറ് പറയുന്നത് കേൾക്കെ, എന്റെ മോളെന്തിനാ കോടതിയിലേക്ക് വരുന്നതെന്ന് അമ്മയും ചോദിക്കുക. നീതുവും പറയുന്നുണ്ട്, ഞാൻ വരാം സാർ, ഞാൻ വന്ന് മൊഴി പറയാം. ഇവര് കള്ളമാണ് പറയുന്നത്. ഹരീഷിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും എന്റെ അമ്മയും ചേട്ടനുമാണ് തെറ്റ് ചെയ്തതെന്നും ഞാൻ വന്നു പറഞ്ഞോളാം എന്നവൾ പറയുന്നത് കേൾക്കെ ദേഷ്യം സഹിക്കാനാവാതെ അമ്മയവളെ പൊതിരെ തല്ലുകയാ. സിയയും അവരോട് നിർത്താനായി പറയുന്നുണ്ട്. അവർ നിർത്തുമ്പോഴേക്കും നീതു വിളിച്ച് പറയുന്നുണ്ട്, കണ്ടില്ലേ സാർ, എന്നെ എങ്ങനെ അടിക്കുന്നെന്ന് കണ്ടില്ലേ? എന്റെ ചേട്ടന് അടി കിട്ടിയത് കൊണ്ടാ എന്നെ തല്ലാത്തത്, അല്ലെങ്കിൽ 2 പേരും കൂടി ചേർന്നാ എന്നെ അടിക്കുന്നത്. ഇവർ തരുന്ന പരാതിയിലാണോ നിങ്ങൾ കേസ് എടുക്കാൻ പോകുന്നത് എന്ന് നീതു ചോദിക്കെ നിധിയും പറയുന്നുണ്ട്, സാർ ഞാൻ ഇവരുടെ പേരിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് തരാം. എന്നെ വഴിയിൽ വെച്ച് പരസ്യമായി അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇവന്റെയും ഇവന്റെ ഫ്രണ്ട്സിനെതിരെയും ഞാൻ പരാതി നൽകാം എന്നവൾ പറയുന്നത് കേൾക്കെ സിയയും പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ 2 പേരും മാറി മാറി കംപ്ലൈന്റ് തരികയാണെങ്കിൽ 2 പേരുടെ പേരിലും ആക്ഷൻ എടുക്കേണ്ടി വരും. നിങ്ങളുടെ മകനെ ഇവർ അടിച്ചതിനും ഈ പെൺകുട്ടിയെ ഇവൻ അപമാനിച്ചതിനും FIR ഫയൽ ചെയ്യേണ്ടി വരും. കേസ് കോടതിയിലെത്തിയാൽ എല്ലാവരെയും വിളിച്ച് വിചാരണ ചെയ്യും. അപ്പോ നിങ്ങളുടെ മോളുടെ ലവ് സ്റ്റോറി എല്ലാം നാട്ടുകാരെല്ലാം അറിയും. ഇതെല്ലാം ഓക്കെയാണെങ്കിൽ ഞാൻ FIR ഫയൽ ചെയ്യാമെന്ന് CI പറയുന്നുണ്ട്. അതുകൾക്ക് മെമ്പറും ഉറപ്പായും കംപ്ലൈന്റ് കൊടുക്കണം. ഇങ്ങനെ തല്ലി ചതച്ചത് തെറ്റു തന്നെയാ, അതിന് നിയമപരമായ ശിക്ഷ കിട്ടുക തന്നെ വേണം എന്ന് പറയേ അറിവില്ലാത്തവൻ ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാതെ മീറ്റിംഗിൽ പറയുന്നത് പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. CIയും മെമ്പറോടായി എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇവര് കംപ്ലൈന്റ് തന്നാലേ എനിക്ക് കേസ് എടുക്കാനാവൂ, എന്താ കംപ്ലൈന്റ് കൊടുക്കുന്നോ എന്ന് CI നീതുവിന്റെ അമ്മയോടായി ചോദിക്കുക. അവർ ദേഷ്യത്തോടെ നീതുവിനെ ഒന്ന് നോക്കിയിട്ട് നീതുവിന്റെ അച്ഛനെ നോക്കുമ്പോഴേക്കും അടങ്ങി നില്ലെന്ന് അദ്ദേഹവും മാങ്യം കാണിക്കുക. അവർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? എന്നെ ഫോണിൽ വിളിച്ച് പറയാൻ എന്തൊരു ആവേശമായിരുന്നു. ഇവര് പറയുന്നതൊന്നും കേൾക്കാതെ കംപ്ലൈന്റ് കൊടുക്കാൻ നോക്ക്, ഇവരെ 5 വർഷം അകത്തിടാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് മെമ്പർ വീണ്ടും നീതുവിന്റെ അച്ഛനോടായി പറയുന്നുണ്ട്. നീതുവും ചോദിക്കുന്നുണ്ട്, ഈ കംപ്ലൈന്റ് ഞാൻ കാരണമല്ലേ? കോടതിയിൽ എന്നെ വിളിച്ച് വിചാരണ ചെയ്യുമ്പോൾ ഹരീഷിനും കുടുംബത്തിനും വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കും എന്നവൾ പറയേ, എന്താടി നീ പറയുന്നേ എന്ന് അമ്മയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. തുടക്കം തൊട്ടേ നിങ്ങളുടെ മോൾ നിങ്ങൾക്കെതിരായാണല്ലോ സംസാരിക്കുന്നത്. നിന്റെ ചേട്ടനെ അവർ തല്ലി ചതച്ച് കണ്ടില്ലേ? നീ അവന്റെ അനിയത്തി തന്നെയാണോ? നിനക്ക് നിന്റെ ചേട്ടനോട് തീരെ സ്നേഹമില്ലേ എന്ന് മെമ്പർ അവളോടായി ചോദിക്കേ, സ്നേഹമോ? ഒരു കുന്തവുമില്ല. ഇവനൊക്കെ അത്രയ്ക്ക് മോശമാ. ഹരീഷിന്റെ ഏട്ടത്തിയോട് അങ്ങനെ പെരുമാറിയതിനെ ഇവനെ പിടിച്ചകത്തിടണം എന്നവൾ പറയുന്നതുകൾക്ക് എന്താണ് നീ പറയുന്നതെന്ന് ചോദിച്ച് അമ്മ വീണ്ടും അവളെ അടിക്കാനായി തുടങ്ങുകയാ. വീണ്ടും മെമ്പർ നീതുവിന്റെ അച്ഛനോടായി നിങ്ങളുടെ മകൾ പറയുന്നതൊന്നും കേൾക്കാതെ റിട്ടണായി ഒരു കംപ്ലൈന്റ് കൊടുക്ക്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. നിധിയും പറയുകയാ, അപ്പോൾ ഞാനും കംപ്ലൈന്റ് കൊടുക്കും. ഇവനെ അടിച്ചതിന് എന്റെ വീട്ടില് ആളുകൾ ജയിലിൽ പോവേണ്ടി വന്നാൽ എന്നെ പരിഹസിച്ചതിന് ഇവനും ജയിലിൽ കിടക്കട്ടെ എന്നവൾ പറയുന്നതുകൾക്ക് സുധീഷിനും സന്തോഷമാവുകയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് നീതുവിന്റെ അമ്മയും അച്ഛനോടായി ചോദിക്കുന്നുണ്ട് ഇനി എന്തു ചെയ്യുമെന്ന്. നീതുവിന്റെ അച്ഛനും CIയോടായി പറയുകയാ, ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നില്ല സർ, ഞങ്ങൾക്ക് കോടതി കയറി ഇറങ്ങാൻ വയ്യ. അത് കേൾക്കെ കൗൺസിലറും ചോദിക്കുക, എന്താ ചന്ദ്ര നീ ഇങ്ങനെ പറയുന്നതെന്ന്. അത് ശരിയാവില്ല, കംപ്ലൈന്റ് ഒന്നും വേണ്ട ബാബു സാറേ എന്ന് ചന്ദ്രനും പറയുകയാ. CIയും അഖിലിനോടായി ഒരു പെൺകുട്ടിയെ അപമാനിക്കുന്നത് വലിയ കേസാണ്, അവൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്താൽ വർഷങ്ങളോളം അകത്ത് കിടക്കേണ്ടി വരും, ഇതോടുകൂടി ഇതെല്ലാം നിർത്തിക്കോണം എന്ന് പറയേ ശരിയെന്ന് അഖിലും സമ്മതിക്കുക. CI സുഭാഷിന്റെയും കൂട്ടരുടെയും അരികിലേക്ക് ചെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസിൽ കംപ്ലൈന്റ് തരണം, നിങ്ങൾ തന്നെ എല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലീസായി ഞങ്ങൾ എന്തിനാ പിന്നെ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് നീതുവിന്റെ അമ്മയോടും അച്ഛനോടുമായി നിങ്ങളുടെ മോളുടെ പ്രണയമൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാ, അത് വീട്ടിൽ വെച്ച് നിങ്ങൾ എല്ലാരും കൂടി സംസാരിച്ചു തീർക്കേണ്ടതാ, അത് പരിഹരിക്കാതെ വേറൊരു വീട്ടിലെ പെണ്ണിനെ മകൻ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല, നിങ്ങളുടെ മകനെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണം, വെറുതെ ഞങ്ങളുടെ സമയം പാഴാക്കരുതെന്ന് താക്കീതോടെ പറഞ്ഞ് കൂടെയുള്ള പോലീസുകാരെയും വിളിച്ച് CI അവിടെ നിന്ന് പോവുകയാ. സന്തോഷത്തോടെ സുധീഷ് നിധിയെ നോക്കുമ്പോഴേക്കും
പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ട് ഒരു മാലാഖയെ പോലെ തോന്നുന്നുണ്ട് സുധീഷിന്. സന്തോഷത്തോടെ നിൽക്കുന്ന സുഭാഷിനും ഹരീഷിനുമെല്ലാം സുനന്ദയും നീതുവുമെല്ലാം മാലാഖമാരെ പോലെ തോന്നുകയാണ്. നീതുവും ഹരീഷിനെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നത് കാണുന്ന നീതുവിന്റെ അമ്മ വാടിയെന്ന് വിളിച്ച് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി തുടങ്ങുമ്പോഴേക്കും ഹരീഷും പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, നീതുവിനെ പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിച്ചൊന്നും ഞാൻ അറിഞ്ഞ വെറുതെ ഇരിക്കില്ല, മനസ്സിലായോ എന്ന്. അവന് ദേഷ്യത്തോടെ ഒന്ന് നോക്കി നീതുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും അഖിലിനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രനും അവരുടെ പുറകെ നടന്നു നീങ്ങുകയാ. ഓട്ടോയിൽ കയറാൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴും ഹരീഷിനെ നോക്കി പ്രണയത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നടപ്പാൻ നീതുവും. നിധിയോടായി സുധീഷ് പറയുന്നുണ്ട്, ഇനി ആരെങ്കിലും നിധിയോട് മോശമായി ഒന്ന് സംസാരിക്കട്ടെ, അവർക്ക് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. സുനന്ദയും എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ട് എന്താടി ചിരിച്ചോണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ലളിത അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാ. അവരുടെ പുറകെ ഗംഗാധരനും നടന്നു നീങ്ങുന്നുണ്ട്. സുനന്ദയെ താങ്ക്സ് എന്ന് നികേഷ് വിളിച്ച് പറയുമ്പോഴേക്കും നടന്നു നീങ്ങുന്നതിനിടയിലും പുഞ്ചിരിയോടെ അവരെ നോക്കുന്നുണ്ട് സുനന്ദ. വീട്ടിലെത്തിയ സുനന്ദയെ ലളിതയും ഗംഗാധരനും ചേർന്ന് വഴക്ക് പറയുകയാണ്. നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇനിയും ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. പോലീസിന്റെ മുന്നിൽ വളരെ ആവശ്യത്തോടെയാണല്ലോ അവർക്ക് വേണ്ടി സംസാരിച്ചത്. അവരെല്ലാം നിനക്ക് അത്രയ്ക്ക് പ്രധാനപ്പെട്ടവരാണോ എന്നൊക്കെ അമ്മ ചോദിക്കേ സുനന്ദയും പറയുന്നുണ്ട്. എല്ലാവരും സുഭാഷേട്ടന്റെ കുടുംബത്തെക്കുറിച്ച് മോശം പറയുന്നത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കണോ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ ഗംഗാധര മാമനും അവളെ വഴക്കു പറഞ്ഞു ചോദിക്കുന്നുണ്ട്, പോലീസിനോട് നീ എന്താടി പറഞ്ഞത്? ആ വീടിന്മേൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു കണ്ണുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം കുടുംബത്തെ അപമാനിച്ചില്ലേ എന്ന് ചോദിക്കേ ഞാനിതിന് തെറ്റായൊന്നും പറഞ്ഞില്ലല്ലോ. ആ വീട് ഭാസ്കര മാമനല്ലേ അപ്പൂപ്പൻ കൊടുത്തത്, എന്നിട്ടും അത് നിങ്ങൾക്കുള്ളതാണെന്നും പറഞ്ഞ് ഇപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് സുനന്ദ അമ്മയോടായി ചോദിക്കുന്നുണ്ട്. ആ കള്ളുകുടിയൻ കള്ളുകുടിച്ച് എല്ലാം നശിച്ചു തുലച്ചു. ഇനി ആ വീടും കൂടി അവൻ കുടിച്ചു തുലയ്ക്കും. അത് ഞങ്ങളുടെ പ്രശ്നമാ, അത് ഞങ്ങൾ നോക്കിക്കോളാം. നീ നിന്റെ ജീവിതവും നോക്കി അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. നിന്റെ ജീവിതം മറന്ന് ആ സുഭാഷിന്റെയും കുടുംബത്തിനെയും പിറകെ പോവാനാണ് ഭാവമെങ്കിൽ പറഞ്ഞേക്കാം ഞാൻ എന്ന് അമ്മയും പറയുന്നുണ്ട്. സുനന്ദയും പറയുന്നുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞുവെന്ന് സുഭാഷ് ഏട്ടന് നല്ല ബോധമുണ്ട്. ഞാൻ സുഭാഷ് ഏട്ടനെ വിളിച്ചാലും സുഭാഷ് ഏട്ടൻ ആ കോൾ അറ്റൻഡ് ചെയ്യാറില്ല എന്നൊക്കെ അവൾ പറയേ നീ എന്തിനാടി സുഭാഷിനെ വിളിക്കുന്നതെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. എന്താ അമ്മേ, എനിക്ക് സുഭാഷ് ഏട്ടനെ വിളിക്കാനും പാടില്ലേ, കാണാനും സംസാരിക്കാനും പാടില്ലെന്ന് പറഞ്ഞു, അത് ഞാൻ കേട്ടില്ലേ? ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും സമ്മതിക്കില്ലേ എന്നവൾ ചോദിക്കേ ഗംഗാധര മാമനും പറയുന്നുണ്ട്, ലളിതേ ഇവൾ അത്ര ശരിയല്ല. ഭർത്താവിന്റെ കൂടെ പോയി അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കാതെ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ കൂടെ താമസിച്ചിട്ട് കാമുകനെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കുന്നു. ഇക്കാര്യം അശ്വിൻ അറിഞ്ഞാൽ എന്താവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് മാമൻ ചോദിക്കുന്നത് കേൾക്കെ അവൾ കിട്ടൊന്ന് കൊടുത്തുകൊണ്ട് ചോദിക്കുന്നത് കേട്ടില്ലേ, ഉത്തരം പറയടിയെന്ന് അമ്മയും പറയുന്നുണ്ട്. അമ്മ ഇനിയും എന്നെ അടിക്കരുത്, എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അശ്വിന് മാത്രമാണ് എന്നവൾ പറയുന്നുണ്ടെങ്കിലും ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അശ്വിന്റെ വീട്ടിൽ താമസിച്ച് എന്തിനാടി നീ സുഭാഷിനെ വിളിച്ചത്? ഇതെല്ലാം അശ്വിൻ അറിഞ്ഞാൽ അവൻ നിന്നെ സംശയിക്കില്ലേ എന്നമ്മ ചോദിക്കുന്നവൾക്ക് എല്ലാവരും അമ്മയെ പോലെ ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അശ്വിൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ലെന്ന് സുനന്ദ പറയുമ്പോഴാണ് ആ ബഹളമെല്ലാം കേട്ടുകൊണ്ട് അശ്വിൻ അങ്ങോട്ടെത്തുന്നത്. എന്തുപറ്റി, എല്ലാവരും വളരെ ടെൻഷനോടെയാണല്ലോ സംസാരിക്കുന്നത് എന്നവൻ ചോദിക്കേ ഒന്നുമില്ല മോനെ, മോൻ ഇരിക്കെന്ന് ഗംഗാധര മാമനും ഒരു ചിരിയോടെ പറയുന്നുണ്ട്. അശ്വിൻ അങ്ങോട്ടിരിക്കുമ്പോഴേക്കും അശ്വിൻ പുറത്തു പോയി ക്ഷീണിച്ചു വന്നത് കണ്ടില്ലേ, കുറച്ച് വെള്ളം കൊണ്ടു കൊടുക്കുന്ന ഗംഗാധര മാമൻ സുനന്ദയോടായി പറയുകയാണ്. അദ്ദേഹത്തെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് സുനന്ദയും അകത്തേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.